പഹൽഗാമിലെ ബൈസരനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കൂടാതെ രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത്. മേഖല സുരക്ഷാ സേനയുടെ വലയത്തിലാണ്. സമീപകാലത്ത് ഏറ്റവും ദുരന്തം വിതച്ച ഭീകരാക്രമണമാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായത്. ആക്രമണം നടത്തിയത് 7 ഭീകരരുടെ സംഘമാണെന്ന് സുരക്ഷാ സേന വ്യക്തമാക്കി. വെടിയൊച്ച മുഴങ്ങിയതോടെ വിനോദസഞ്ചാരികൾ നാലുപാടും ചിതറിയോടി. പക്ഷേ വിശാലമായ പുൽമേട്ടിൽ ഒളിച്ചിരിക്കാൻ ഇടമില്ലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തൊട്ടടുത്ത് നിന്ന് വെടിവെച്ചതുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയും ഉയർന്നത്. പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ബൈസരാൻ പുൽമേട്. ഇവിടേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ വരാൻ കഴിയൂ. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പുൽമേട്ടിലേക്ക് എത്തിയ ഭീകരർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർക്കും കുതിരസവാരി നടത്തുന്നവർക്കും നേരെ തുരുതുര നിറയൊഴിക്കുകയായിരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീനഗറിൽ എത്തി. ഷാ ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആക്രമണമുണ്ടായ സ്ഥലത്തെത്തി. അമിത് ഷാ സംസ്ഥാന സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി.